ഹായ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ടൈം ഞങ്ങൾ ലൈഫായിട്ട് വന്നിരിക്കണം ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വെൽക്കം ബാക്ക് ടു VM Vlogs. അപ്പോൾ നമുക്ക് മുഖമൊക്കെ കഴുകി പറ്റിച്ചിട്ട് വീടിനെ വിളിക്കാൻ ഗൈസ്. എന്താ പറയുക, ഇവിടെ അമ്മയും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മുത്തശ്ശിമാർക്ക് ഫുഡ് ഉണ്ടാക്കണം, നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ കാണിച്ചു തരാം. ഇനി നമുക്ക് പോയിട്ട് വേദിനെ വിളിക്കാം. അപ്പോൾ 8 മണിയായി. അപ്പം നമുക്ക് മുത്തശ്ശിമാർക്ക് വൈകിക്കാതെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിപ്പോൾ ഇഷ്ടമായിട്ടില്ല. ഓക്കെ ഗൈസ്, വേദിയോടെ നല്ല ഉറക്കാണ് ഗൈസ്. വിളിക്കാൻ തോന്നുന്നില്ല, പക്ഷെ നമ്മൾ വിളിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ വേദു വേദു നീക്കൂ വേദു നീക്കൂ വേദു. ഫാൻ ഓഫ് ചെയ്യട്ടെ, എനിക്ക് നീക്കൂ. നീക്കുണ്ടാവും. നീച്ചൊരു 5 മിനിറ്റ് നമുക്ക് പറഞ്ഞില്ല. അപ്പം നമുക്കൊന്ന് പുറത്തേക്ക് പറഞ്ഞിട്ടാണ്. നമുക്കിനി നമ്മൾ നീച്ചപ്പോൾ 8 മണി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, കൂട്ടാൻ വെക്കണം, ദോശ ഉണ്ടാക്കാം, പിന്നെ തക്കാളി കറി വെക്കണം ഗൈസ്. അപ്പോൾ രാവിലത്തെ ഫുഡ് സെറ്റായി. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓരോ, പിന്നെ ചെടികൾക്ക് വെള്ളം നനയ്ക്കണം ഗൈസ്. ചെടികൾക്ക് നനയ്ക്കേണ്ടത്. അപ്പം നമുക്കിന്ന് രാവിലെ നനയ്ക്കാം, അതാണ് നല്ലത്. ഓക്കെ എല്ലാം നമ്മൾ പ്രതീക്ഷ നമുക്ക് നിൽക്കാം. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എന്താ ഇവിടെ എത്തി. ഇവിടെ ഞാൻ കൂട്ടാൻ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ട് ഞാൻ വന്നു. കൂട്ടാൻ ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഓക്കെ കണ്ടോ ഗൈസ്, കണ്ടോ? ഒരേ സമയം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് നോക്കും. ഇതൊന്നും ഞാൻ ചെയ്തല്ല, ഇതൊക്കെ മേത് ചെയ്തതാണ് ഗൈസ്. ഇതൊന്നും ഞാൻ ചെയ്തല്ല, ഇതൊക്കെ മേത് ചെയ്താട്ടോ. ഞാൻ എന്താ മുത്തശ്ശിമാർക്ക് ഫുഡ് എടുക്കാണ്. ഈ ചായയും കൂടി കൊടുക്കാം. പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട് വരാം. നമുക്ക് അപ്പയ്ക്കും മേത് ചെയ്ത് വരും. എന്തിനാ ദോശ എടുക്കാൻ പറഞ്ഞില്ല വരുന്നത്. അയ്യോ, നല്ല കാറ്റുണ്ട് ഗൈസ്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ലേ നല്ല അടിപൊളി വൈബായിരുന്നു. ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഈവനിങ് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ആ ഇതൊക്കെ സൂപ്പർ ഒരു ആംബിയൻസ് അടിപൊളിയാണ് വൈകുന്നേരത്ത്. അതിപ്പോ ഇല്ലത്തെ ആണെങ്കിലും ഇപ്പൊ പുറത്തെവിടെയെങ്കിലും ആണെങ്കിലും അമ്പലത്തിലൊക്കെ ആണെങ്കിൽ പ്രത്യേകം അടിപൊളിയാണ് കാണാൻ. ഞാൻ പോയി മുത്തശ്ശിമാർക്ക് കൊടുത്തിട്ട് വരാം. ഓക്കെ എനിക്ക് ഈ തക്കാളി ആവുന്നത് ഭയങ്കര എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണ്, ഉണ്ടാക്കാൻ ഇഷ്ടം. പക്ഷെ ഈ തക്കാളി ഇങ്ങനെ ആയി വരാൻ അതിന്റെ ആ ഒരു പച്ചച്ചവ മാറി വരാൻ കുറച്ച് ടൈം കിട്ടും. അറിയില്ല. തക്കാളിയുടെ മണം ഫസ്റ്റിക്ക് ഇഷ്ടമല്ല. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം, എന്നിട്ട് നേരിട്ട് ദോശ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കണം ദോശ. അപ്പം ചെടികൾക്ക് കാണിക്കുന്നത് ഇതായിട്ട് പോ.
ദോശ ഉണ്ടാക്കിയിട്ട് പറയാം. ദോശ ഉണ്ടാക്കാൻ ഇപ്പത്തുണ്ട് കേട്ടോ. പച്ചച്ചോവ മാറാൻ കുറച്ച് ടൈം കിട്ടും. ഇതിന് വരുന്ന ദോശ ഉണ്ടാക്കുകയാണ്. വേദൊരു അബദ്ധം കാട്ടി എന്താന്ന് കാണിച്ചു തരാം. അരിമാവിക്ക് ദോശ ഇട്ട് വരും. വേദ് ഉറക്കപ്പിച്ചിലാണോ? എന്താ ചോള അണ്ടക്കട അബദ്ധമാണ്. അരിമാവിക്ക് ദോശ ഇട്ടു വേണിച്ച് കാട്ടില്ല. ഞാൻ ദോശ അങ്ങനെ എടുത്ത് കൊണ്ടുപോകുമ്പോ ഇവിടെ വെച്ചേക്ക് കൊണ്ടുപോകുമ്പോ അരിമാവ് ഇവിടെ ഇരിക്കണം. എനിക്ക് വീണ് പോയതാണ്. ഞാൻ വിട്ടതൊന്നല്ല. എനിക്ക് എന്താ പ്രാന്താവും. അതിപ്പോ പ്രാന്തിന് ഗുളി കഴിക്കണ്ടല്ലോ ഇത്. ഇതിനൊക്കെ എന്താണ് പറയാ? ഞാൻ തിരിച്ച് സ്പെഷ്യൽ ദോശയാണ്. സ്പെഷ്യൽ ദോശ അരിമാവിന് മുങ്ങിയ ദോശനെ വീണ്ടും ചുട്ടിട്ടിരിക്കണം. എക്സ്പേർട്ട് തന്നെ. അതായത് ഒരു സൈഡിൽ ദോശ ഉണ്ട് ഗൈസ്, ഒരു സൈഡിൽ കൂട്ടാവുണ്ട്. ഈ കൂട്ടാവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞെന്ന് വരും. അപ്പോൾ നമുക്ക് നടക്കാം. അപ്പോൾ ഗൈസ് നമുക്കും ഫുഡ് കഴിക്കാം. ഫുഡ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്കും കൂട്ടാക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഇതും പ്രത്യേകിച്ച് പരിപാടി പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല പരിപാടി. ഇപ്പൊ നമുക്കൊന്ന് പുറത്തേക്ക് പോണം. നമുക്ക് ഉച്ചയ്ക്ക് ഉപ്പേരിയൊക്കെ വെക്കാൻ എന്തെങ്കിലുമൊക്കെ കഷ്ണം വാങ്ങിക്കണം. പിന്നെ നമുക്കൊരു കൊറിയർ വാങ്ങിക്കാണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കണം. പിന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അങ്ങനത്തെ അടിച്ചൂരിൽ തുടക്കിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പുറത്തേക്ക് പോവാണ്. എന്താ നമുക്ക് ഉച്ചയ്ക്ക് ഉപ്പേരിയൊക്കെ വയ്ക്കാൻ സാധനം വാങ്ങിക്കാണ്ട്. പിന്നെ ഒരു കൊറിയറൊക്കെ വാങ്ങിക്കാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് റെഡി ആവാനൊന്നുമില്ല, ജീൻസ് എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞാനാണ് കൊറിയർ വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് സാധനം വാങ്ങിച്ചിട്ട് വരാം. ഏത് ഡ്രസ്സ് മാറ്റാൻ വയ്ക്കുന്നത് ഗൈസ്? ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കുഞ്ഞച്ചോളെ അച്ചോളെ ഹായ് പറയോളെ. ഹായ് പറയൂ. ഇങ്ങോട്ട് വരൂ. അങ്ങോട്ട് നോക്കിയാ മതി. അതെ അങ്ങോട്ട് നോക്കൂ. ഒരു ഹായ് പറയൂ. അപ്പൊ ഗൈസ് നമ്മൾ പോയിട്ട് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ. പുറത്ത് പോയി സാധനം വാങ്ങിക്കാം. ഓക്കെ. നമ്മളെ കൊറിയർ സെന്ററിൽ നമ്മളിതാ കൊറിയർ വാങ്ങിച്ച് നല്ല നീലാണ് പുറത്ത്. അതുകൊണ്ട് നല്ല ചെറുപ്പൊന്നും നിൽക്കാൻ പറ്റില്ല. ഓക്കെ. നമ്മളിതാ തിരിച്ചെത്തിയതാ. ഇനിയിപ്പോൾ അമ്മക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്ന് നമുക്ക് എന്ത് ചെയ്യാം, എന്താ ഞാൻ പറയാം, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ റൈസ് വെക്കാം.
ചോറ് മീൻ ചോറ് ചോറ് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി റൈസ് ഉണ്ട്, അത് വെക്കാം. പിന്നെ നമുക്ക് വെണ്ടയ്ക്കുപ്പേരി വെക്കാം. അതുപോലെ സോയാബീനും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂട്ടാൻ പിന്നെ വെക്കാം. കൂട്ടാൻ വേണം, ഉപ്പേരി വെച്ച് വയ്ക്കാം. പിന്നെ മുത്തശ്ശിമാർക്ക് എന്തെങ്കിലും കൂട്ടാൻ വെച്ച് വെക്കണം. അത് നമുക്ക് എന്ത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഏത് അവിടെ വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കണ്ടേ കാണിച്ചാൽ. നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൈഡിലേക്ക് തൈരല്ലേ വേണം. ഓക്കെ, സൂപ്പറായിട്ട് ഒരു സൈഡ് സലാഡ് പോലെ ക്യാരറ്റും ഉപ്പും വെച്ചു. ഹലോ, അപ്പൊ ഗൈസ് നിന്റെ ഒരു ഉറപ്പൊക്കെ കഴിഞ്ഞത്. ഞാൻ ഇപ്പൊ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിച്ചേ. ഇപ്പൊ 4 മണി ആയിരിക്കണം. ഇവിടെ നല്ല മഴ മീൻസ് നല്ല മഴയല്ല, ബട്ട് മഴ ഉണ്ട്. അടിപൊളി ക്ലൈമറ്റ്. നമുക്ക് ഉറങ്ങാനൊക്കെ തോന്നുന്നു ഗൈസ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമുക്ക് വേദോടെ ചായ ഒക്കെ ഉണ്ട്. നമുക്ക് തണ്ണിമത്തം സെറ്റാക്കാം. തണ്ണിമത്തം ഉടച്ച് സ്മാഷ് ചെയ്ത പോലത്തെ സാധനം കുടിക്കാം. ഓക്കെ, നമുക്ക് ഗൈസ് മഴ ഉണ്ട് ഗൈസ്. ഇതു വേദോടെ ചായ ഉണ്ടാക്കാണ്. ഏലക്കായിട്ടുണ്ടോ ഇത്? പക്ഷെ എന്താ ചെയ്യല്ലേ, വേഗുണ്ട്. ചായ ഉണ്ടാക്കണ്ടേ. നമ്മൾ തണ്ണിമത്തൻ ഇവിടെ വെളിച്ചപ്പുറം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ആ ഒരു മൂടലാണ്. സൂപ്പറാണ് മഴ. നല്ല മണ്ണിന്റെ മണം വരുമ്പോഴേ അടിപൊളി. നമ്മൾ പഴയ ഇല്ലത്തിരിക്കുമ്പോഴാണ് പുറത്ത് വന്ന് ഇങ്ങനെ നമുക്ക് പുറത്ത് കഴിക്കാം. തണ്ണിമത്തൻ സെറ്റ് നമ്മളിതാ ഞാൻ കുടിച്ചു കേട്ടോ. കുടിച്ചു ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു. പിന്നെ വീണ്ടും ഉടച്ചുടച്ച് വീണ്ടും വെള്ളാക്കിട്ട് എത്തിക്കാണ്. വേദ അങ്ങനെ ഒരു ഗ്ലാസ് അത് മതി. ഒരു ഗ്ലാസ് എനിക്ക് തരില്ലേ. ഇപ്പൊ ഞാൻ തന്നെ ഉടച്ചുണ്ടാക്കണം. വേദോടെ ഉടക്കണ്ട് കേട്ടോ. നല്ല നല്ല സുഖമുണ്ട് കഴിച്ച് പുറത്തിരിക്കാൻ. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്.
ശരിക്കും ഇതിന് വേണ്ടി കട്ടൻ ചായ ആണ്. പക്ഷെ കട്ടൻ ചായ കുടിക്കാനുള്ള ഒരു മൂടില്ല. അത് നമ്മൾ കട്ടൻ ചായ കുടിക്കണില്ല. ഹായ് ഗൈസ്, അതാ നമ്മളിതാ ഇത് കുടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്, അടിപൊളി. പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖം തോന്നും, കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നും. പക്ഷെ ഞാൻ അപ്പൊ ഇന്ന് നനയ്ക്കേണ്ട ആവശ്യം വന്നില്ല. ആപ്പിൾ ചെത്തിയിട്ട് ആപ്പിൾ കഴിക്കണം. വേറെ ദോശ ഉണ്ടാക്കണം. അമ്മയും ഒപ്പം തപ്പെട്ടിണ്ട് കുഞ്ഞിച്ചോളം മുറിച്ചും കഴിക്കണ്ട. അവര് വന്നു കഴിച്ച് നമുക്ക് അതിൽ തുറന്നു നോക്കാം. ഓക്കെ, അതിനെ കുത്തി വന്നു. അമ്മയും വന്നുണ്ട്. പുറത്തേക്കാണ് തണുപ്പാണ്. അമ്മ വന്നു ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ എന്താ പറയാ, നമുക്ക് പ്രത്യേകിച്ച് ഇനി നമുക്ക് നമ്മുടെ പരിപാടികൾ നോക്കാം. നമുക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ രാവിലെ പറഞ്ഞതാണ്. നമുക്ക് രാവിലെ റൂമൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെതായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറയാ വേദ എടുക്കണം. അതൊക്കെ ചീച്ച വേദ ആപ്പിൾ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് മോൾ പോയിട്ട് വൃത്തിയാക്കലും പരിപാടിയൊക്കെ നോക്കാം. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിതാ എന്താ പറയുക, രാത്രി ഇപ്പോൾ 9:05. ഇനിയിപ്പോൾ എന്താ മേതോടെ കോൺഫ്ലെക്സ് അല്ലേ പറയാ? അതെ, ഞാൻ കുറേ കാലമായി കോൺഫ്ലെക്സ് കഴിച്ചിട്ട്. പേരെന്താ പറയാൻ ശരിയാണോന്ന് അറിയില്ല. ഇപ്പം ശരിയായ കാര്യം വേണ്ട പറയാൻ. കോൺഫ്ലെക്സ് ഉണ്ടാക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏതോ ഹായ് ഗായ്സ്. അപ്പൊ നമ്മളുടെ സത്യം ദിവസമായിരുന്നു, ഉഡായിപ്പ് ഡേ ആണെന്ന്. ഇപ്പൊ നമ്മള് ഹനാൻഷയുടെ വ്ലോഗ് കണ്ടോണ്ടിരിക്കുകയാണ്. സത്യമായിട്ടൊരു എന്താ പറയാ, സുഖല്ലേ, അതൊരു മൂഡ് ഓഫ് ഡേ ആണ്. മഴ ഉള്ളതുകൊണ്ടൊക്കെ തോന്നുന്നു മൂഡ്. ഹലോ ഗൈസ്. അപ്പൊ നമ്മളിതാ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ. അതെ, സത്യമായിട്ട് ഇന്നൊരു ഉഡായിപ്പ് ദിവസമായിരുന്നു. ഉഡായിപ്പ് മീൻസ് നമുക്കൊരു മൂഡ് ഉണ്ടായിരുന്നു ഗൈസ് ഒന്നിനും. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ തന്നെ പോണതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ടൈം 10 മണി കഴിഞ്ഞിരിക്കണു. അമ്മയിപ്പോ ഉറങ്ങാൻ പോവാണ്. അതെ, എന്തോ ഒരു ഇതിന്റെ ഒരു പരിപാടിയൊക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. നമ്മൾ എൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ റൂമൊന്നും ക്ലീൻ ചെയ്യാൻ പോയില്ല. സെറ്റ് ആക്കാം. അപ്പൊ നമ്മളുടെ ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്നപോലത്തെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ മാക്സിമം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ മാക്സിമം നമ്മൾ ഉഷാറായി വരുന്നുണ്ട്. അതെ, നമ്മള് പണ്ട് പറഞ്ഞ പോലെയല്ല. പണ്ട് നമ്മൾ പറഞ്ഞിട്ട് പറ്റിച്ച നമ്മൾ വീഡിയോസ് ഫസ്റ്റ് ഒരു വീഡിയോ ഇടും, പിന്നെ നമ്മൾ ആ വഴിയേ നോക്കാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇനിയിപ്പൊ അങ്ങനെ ആവില്ല. ഉഷാറായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. കുറച്ചുകൂടി ഉഷാറായിട്ട് വരും. പക്ഷെ ഞങ്ങൾ ഫുൾ ഓൺ പവറാണ്. അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.